അദ്ദേഹം എന്ത് ചെയ്യാണ്, പ്രകൃതി കാണാൻ വേണ്ടിയിട്ട്, പ്രകൃതിയെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് ടൂർ പോവുകയാണ്. പെട്രോൾ അടിച്ച് അദ്ദേഹം ബൈക്കിലാണ് പോകുന്നത്. ഇതാണ് നമ്മുടെ കൺസെപ്റ്റ്. മല്ലു സിംഗിന്റെ അടുത്ത് പഞ്ചായത്തിലേക്ക് കുറച്ച് ഫിഷർമാൻമാർക്ക് മത്സ്യവും മൃഗങ്ങളെയും അതുപോലെ തന്നെ ക്ഷീര കർഷകർക്ക് കുറച്ച് പശുക്കളെയും വാങ്ങാൻ പോവാണ്. മനോഹർ ലാൽ മനോഹരമായി ലാലേട്ടൻ നിർമ്മിച്ചു, ഭവനം നിർമ്മിച്ചു. നഗരത്തിന്റെ വികസനമുള്ള ഭാഗത്ത് വളരെ ഊർജം കുറഞ്ഞ രൂപത്തിലെ വാളെടുത്തു സോനാവാൾ, വാളെടുത്തു സോനാവാൾ. LDC, LGS, കേരള PSC ഏതെങ്കിലും ഒരു ജോലിക്ക് വേണ്ടി പഠിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ, നിങ്ങൾക്ക് തൊഴിൽ കിട്ടിയാൽ, നിങ്ങൾ യുവാവാണ്, നിങ്ങൾക്ക് മനസ്സുഖം കിട്ടില്ലേ, ഇനി ജന്മത്തിൽ മറക്കരുത്. സ്ട്രൈക്കർ കോച്ചിങ്ങിന്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ ഷഹനാദാണ്. എന്തെല്ലാം കൂട്ടുകാരെ, എല്ലാവർക്കും സുഖല്ലേ? നമ്മൾ ഇന്ന് കറണ്ട് അഫയേഴ്സിലെ 10ാമത്തെ ക്ലാസ് ആണ്. കൂട്ടുകാരെ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക് നമ്മൾ ഇന്ന് പഠിക്കുകയാണ്. നരേന്ദ്രമോദിയുടെ 3ാം ടേം അദ്ദേഹം 3ാമതും പ്രധാനമന്ത്രിയായിട്ട് ചുമതലയേറ്റു. കേന്ദ്ര മന്ത്രിസഭ നിലവിൽ വന്നു. നമുക്ക് ഈ മന്ത്രിമാരെ എല്ലാം രസകരമായ കോഡിലൂടെയാണ് ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നത്. ഉറപ്പായിട്ടും എല്ലാവർക്കും, എല്ലാ മന്ത്രിമാരും അവരുടെ വകുപ്പുകളും ഓർക്കാനുള്ള ട്രിക്കൊക്കെ ഈ ക്ലാസ്സിലുണ്ട്. അപ്പൊ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കണ്ട. ഇവിടെ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാം, നമ്മൾ പത്രങ്ങളിൽ നിന്ന് എടുത്ത കട്ടിംഗ് ആണ്, അതുകൊണ്ട് മനോഹരമായ പിക്ചറൊക്കെ കാണാം. അതൊക്കെ നമുക്ക് രസകരമായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ഉപകാരപ്പെടണം. ഇവിടെ 30 ക്യാബിനറ്റ് മന്ത്രിമാരെന്ന് കൂട്ടുകാർക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ സ്ക്രീനിൽ. 30 ക്യാബിനറ്റ് മന്ത്രിമാര്, സഹമന്ത്രിമാർ 5 എന്ന് കാണാം. അവിടെ ബ്രാക്കറ്റിൽ സ്വതന്ത്ര ചുമതല എന്ന് കാണാം. അപ്പൊ സ്വതന്ത്ര ചുമതലയുള്ള 5 സഹമന്ത്രിമാർ, സ്വതന്ത്ര ചുമതലയുള്ള 5 സഹമന്ത്രിമാർ നമ്മുടെ നരേന്ദ്രമോദിയുടെ 3ാം ഗവൺമെന്റിനകത്ത്, ക്യാബിനറ്റിനകത്ത് ഉണ്ട്. 30 കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രിമാരാണ്. അതിനുശേഷം നോക്കൂ, അടിയില് സഹമന്ത്രിമാർ എന്ന് പറഞ്ഞുകൊണ്ട് 36 എന്ന് കാണാം. അപ്പൊ 5 സഹമന്ത്രിമാർക്ക് സ്വതന്ത്ര ചുമതലയുണ്ട്. അതുപോലെ 36 സഹമന്ത്രിമാരുണ്ട്. നമ്മുടെ കേരളത്തിൽ നിന്നും ജോർജ് കുര്യനും സുരേഷ് ഗോപി ഉൾപ്പെടെ 36 സഹമന്ത്രിമാരാണ്. അതുകൂടാതെ ക്യാബിനറ്റ് പദവിയുള്ളത് 30 പേർക്കാണ്. അപ്പൊ ടോട്ടൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് 71 എന്ന് കാണാം. 72 മന്ത്രിമാരാണ് സത്യപ്രതിജ്ഞ ചെയ്തതെന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പൊ നമ്മുടെ ക്യാബിനറ്റിനകത്ത് 72 പേരുണ്ട്. നരേന്ദ്രമോദിയെ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പൊ 72 പേരായല്ലോ. അപ്പൊ മോദി ഉൾപ്പെടെ 72 മന്ത്രിമാരാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ മറ്റൊരു ക്ലാസ്സിൽ വിശദാംശങ്ങൾ പറയും. ഇന്ന് നമ്മൾ ക്യാബിനറ്റിലെ മിനിസ്റ്റേഴ്സിനെ മാത്രമേ പഠിക്കുന്നുള്ളൂ. അപ്പൊ സെറ്റല്ലേ? പഠിക്കാം. ആദ്യം തന്നെ നമുക്ക് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയെ പഠിക്കാം. അദ്ദേഹത്തിന്റെ വകുപ്പുകൾ എന്ന് പറഞ്ഞാൽ ഒട്ടനവധി വകുപ്പുകൾ അദ്ദേഹത്തിനുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നിങ്ങൾക്കറിയാം, ആണവോർജമാണ്, ബഹിരാകാശം. ആണവോർജം, ബഹിരാകാശം നേരിട്ട് PM-ന്റെ അണ്ടറിൽ വരുന്നതാണ്. ബഹിരാകാശം, ആണവോർജം കൃത്യമായിട്ട് പഠിക്കണം. പേഴ്സണൽ ആൻഡ് പബ്ലിക് ഗ്രീവൻസ് പെൻഷൻ, മറ്റു മന്ത്രിമാർക്ക് അനുവദിക്കാത്ത വകുപ്പുകൾ. അപ്പൊ കൂട്ടുകാർ എന്ത് ചെയ്യണം? ഇതൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ചു പോയാൽ പോരാ, നന്നായിട്ട് പഠിക്കണം. നമ്മുടെ നരേന്ദ്രമോദിയെ കുറിച്ച് പറയുന്നതുകൊണ്ട് ഞാൻ കോഡാക്കുന്നില്ല, ബാക്കി മുഴുവൻ മന്ത്രിമാരെയും കോഡാക്കി പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ ആണവോർജം, ബഹിരാകാശം ഏറ്റവും തന്ത്രപ്രധാനപ്പെട്ട കാര്യങ്ങളല്ലേ, അതെല്ലാം PM-ന്റെ അണ്ടറിലാണ് വരിക. ആണവോർജം, ബഹിരാകാശം, പേഴ്സണൽ പബ്ലിക് ഗ്രീവൻസ് ആൻഡ് പെൻഷൻ, കൃത്യമായിട്ട് ഇതെല്ലാം ഒന്ന് ഓർത്തു വെക്കണേ. ഇനി നോക്കൂ കൂട്ടുകാരെ, ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സിനെ കുറിച്ച് പഠിക്കുന്നതിന് മുമ്പ് കേരളത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട 2 സഹമന്ത്രിമാരുണ്ട്. അവരെ പഠിച്ചിട്ട് നമുക്ക് നോക്കാം. ആദ്യത്തേത് സുരേഷ് ഗോപിയാണ്. സുരേഷ് ചേട്ടനെ കുറിച്ച് നിങ്ങൾക്കൊക്കെ അറിയാം. അദ്ദേഹം തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ നിന്നുമാണ് വിജയിച്ചത്. അദ്ദേഹം പ്രകൃതി കാണാൻ വേണ്ടിയിട്ട് നോക്കൂ ടൂർ പോവുകയാണ്. അദ്ദേഹം ഒരു നല്ല എന്താ പറയാ, സിനിമാ നടനപ്പുറത്ത് നല്ലൊരു മനുഷ്യ സ്നേഹിയാണ്. അപ്പൊ അദ്ദേഹത്തിന് ഒരുപാട് ടൂറൊക്കെ പോകാൻ ഇഷ്ടമാണ്. അദ്ദേഹം എന്ത് ചെയ്യാണ്, പ്രകൃതി കാണാൻ വേണ്ടിയിട്ട്, പ്രകൃതിയെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് ടൂർ പോവുകയാണ്. പെട്രോൾ അടിച്ച് അദ്ദേഹം ബൈക്കിലാണ് പോകുന്നത്. ഇതാണ് നമ്മുടെ കൺസെപ്റ്റ്. അപ്പൊ ടൂറ്, പ്രകൃതി, പെട്രോള് കൃത്യമായിട്ട് കൂട്ടുകാർ പഠിക്കുക. പ്രകൃതിവാതകം, പെട്രോളിയം, ടൂറിസം, ഈ 3 വകുപ്പാണ് ഇദ്ദേഹത്തിന് കിട്ടിയ. ഇദ്ദേഹം സഹമന്ത്രിയാണ്. ഇദ്ദേഹത്തിന്റെ വകുപ്പായിട്ട് വരുന്ന സഹമന്ത്രി സ്ഥാനം ഈ 3 ഡിപ്പാർട്ട്മെന്റ് ആണ്. കൃത്യമായിട്ട് പഠിക്കുക. പെട്രോളിയം, പ്രകൃതിവാതകം, ദെൻ ടൂറിസം. ഇവിടെ ഇതിന്റെയൊക്കെ മെയിൻ ആളുകൾ എന്ന് വെച്ചാൽ ഇതിന്റെയൊക്കെ കേന്ദ്ര മന്ത്രിമാർ ആരാണെന്ന് ചോദിക്കും. ക്യാബിനറ്റ് റാങ്കുള്ള ഈ വകുപ്പുകളുടെ ചുമതലയുള്ളത് ആരാണെന്ന് ചോദിക്കാം. അപ്പൊ അതുകൂടി ഇതിനോട് ചേർത്ത് പഠിച്ചാൽ വളരെ ഇൻട്രസ്റ്റിംഗ് അല്ലേ? നോക്കൂ, ഈ പറയുന്ന പ്രകൃതിയും പെട്രോളും ഞാൻ പറഞ്ഞു, അത് രണ്ടും കണക്ട് ചെയ്ത് വെക്കാൻ ഞാനൊരു ട്രിക്ക് പറഞ്ഞിട്ട് നിങ്ങൾക്ക്. നോക്കൂ, നമ്മൾ ഈ പ്രകൃതിവാതകം അല്ലെങ്കിൽ പെട്രോളിൽ നിന്നും ദീപം എടുത്തിട്ട് പൂരി ചുടുക. അപ്പൊ സുരേഷ് ചേട്ടന് പൂരി ഇഷ്ടമാണെന്ന് വേണമെങ്കിൽ ആലോചിച്ചോട്ടോ. അദ്ദേഹത്തിന്റെ ക്യാബിനറ്റ് മന്ത്രി ആരാണ്? ഹർദീപ് സിംഗ് പുരി. ഹർദീപ് സിംഗ് പുരി. അപ്പൊ നമ്മൾ പ്രകൃതിവാതകം, പെട്രോളിൽ നിന്ന് ദീപം എടുത്തിട്ട് പൂരി ഉണ്ടാക്കുന്നു. സുരേഷ് ചേട്ടന് പൂരി ഇഷ്ടമാണ്. നിങ്ങൾക്കൊക്കെ പൂരി ഇഷ്ടമല്ലേ? ഇനി എങ്ങനെയാണ് നമ്മൾ പൂരി ചുടുക? പെട്രോൾ അല്ലെങ്കിൽ പ്രകൃതിവാതകം എടുത്തിട്ട് ദീപം ഉപയോഗിച്ചിട്ടില്ലേ, തീ ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ദീപം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ പൂരി ചുടുന്നു. ഒന്ന് പഠിച്ചു വെച്ചേ. പ്രകൃതിവാതകം, പെട്രോളിയം, പൂരി ചുടുന്നു, പ്രകൃതിവാതകം, പെട്രോളിയം. ഇനി നോക്കൂ, സാംസ്കാരികം എന്ന് കേൾക്കുമ്പോൾ നമുക്ക് സുരേഷ് ചേട്ടൻ തന്നെ ആലോചിക്കാം. അദ്ദേഹത്തിന്റെ മറ്റൊരു ക്യാബിനറ്റ് റാങ്കുള്ള മന്ത്രി എന്ന് വെച്ചാൽ ടൂറിസം മന്ത്രി ആരെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന്റെ കൂടെ സാംസ്കാരികം കൂടി ചേർത്ത് വെക്കുക നിങ്ങൾ. ഇദ്ദേഹം ഒരു സാംസ്കാരിക മേഖലയിലെ വ്യക്തി ആയതുകൊണ്ട്
അദ്ദേഹത്തിന് ആ വകുപ്പ് കിട്ടിയില്ല. പക്ഷെ സാംസ്കാരികത്തിന്റെയും ടൂറിസത്തിന്റെയും വകുപ്പ് മന്ത്രി കേന്ദ്രത്തിൽ ആരാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയണം അത് ഗജേന്ദ്രമാണ്. കാരണം ഗജേന്ദ്രം എന്നുള്ള പേര് ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത്. ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത് എന്ന് പറയുമ്പം നോക്കൂ, ഗജേന്ദ്ര കൊമ്പന്മാർ, ഗജേന്ദ്ര വീരന്മാർ എഴുന്നള്ളുന്നല്ലേ കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം. അവിടെ നിന്നും പോയ സുരേഷ് ഏട്ടന്റെ ക്യാബിനറ്റ് മന്ത്രി, സാംസ്കാരിക മന്ത്രി അല്ലെങ്കിൽ ടൂറിസം മന്ത്രി ആരാണ്? ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത് അല്ലേ. സംസ്കാരം എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിച്ച് വെക്കുക, അവിടെ ഗജേന്ദ്രം, ആനകളെ കുറിച്ച് ആലോചിക്കില്ലേ. തൃശ്ശൂർ പൂരം പോലെയുള്ള സ്ഥലങ്ങള് നമുക്ക് ആനകൾ കാണാം. അവിടെ നമ്മുടെ സാംസ്കാരിക പൈതൃകമാണ്. അത്തരത്തിൽ ഗജേന്ദ്രം, സംസ്കാരം, ടൂറിസ്റ്റുകൾ ഒരുപാട് വരാറില്ലേ. അപ്പോൾ ഈ പറയുന്ന സാംസ്കാരിക തലസ്ഥാനത്ത് ടൂറിസ്റ്റുകൾ ഒരുപാട് വരാറുണ്ട് എന്ന് ആലോചിച്ച് വെക്കുക. അവിടെ ഗജേന്ദ്ര വീരന്മാർ എന്നുള്ളത് നമുക്ക് ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത് എന്ന് ആലോചിച്ച് വെക്കാം. അപ്പൊ സാംസ്കാരികവും ടൂറിസവും ഗജേന്ദ്രം കിട്ടി, പ്രകൃതി പെട്രോളിയം പുരി കിട്ടിയില്ലേ. എന്താണ്? ഹർദീപ് സിംഗ് പുരി. അപ്പൊ ഇത് സെറ്റ് അല്ലേ. ഇനി കൂട്ടുകാർ നോക്കേണ്ടത് നമ്മുടെ അടുത്ത സഹമന്ത്രി ജോർജ് കുര്യനാണ്. മക്കളെ, ജോർജ് കുര്യൻ എന്ന് പറയുമ്പോൾ ഞാനിതാ ആലോചിച്ച് വെക്കുന്ന ഒരു ട്രിക്ക്, ഈ ക്ലാസ് എടുക്കുന്നത് കേന്ദ്ര മന്ത്രിസഭയുടെ വകുപ്പുകളെല്ലാം നിർണയിച്ചിട്ട് 10 മണിക്കൂറിന് ശേഷമാണ്. അപ്പൊ പെട്ടെന്ന് ഉണ്ടാക്കിയ കോഡാണ്. അപ്പൊ കൂട്ടുകാർക്ക് നല്ല കോഡുകളൊക്കെ ഉണ്ടാക്കി പഠിക്കാം. ഇത് നിർബന്ധമായിട്ട് പഠിക്കണം. ഒരു ചെറിയ കൂര, ആ കൂരക്കകത്ത് നോക്കൂ, വളരെ ന്യൂനമായിട്ട് കുറച്ച് ന്യൂനപക്ഷം എന്താണുള്ളത്? കുറച്ച് മത്സ്യ കുഞ്ഞുങ്ങളെ അവർ വളർത്തുന്നുണ്ട്. ഇവിടെ ഒരു ഷെഡ് കണ്ടോ, നിങ്ങൾ ഒരു കൂര കണ്ടോ? ഇവിടെ എന്തുണ്ട്? അടിയിൽ മത്സ്യ കുഞ്ഞുങ്ങളെ വളർത്തുന്നുണ്ട്. ആ ഒരു കൂരയിൽ മത്സ്യക്കുഞ്ഞുങ്ങളെ, വളരെ ന്യൂനപക്ഷം മത്സ്യക്കുഞ്ഞുങ്ങളെയും വളരെ ന്യൂനപക്ഷം മൃഗങ്ങളെയും സംരക്ഷിച്ചു പോരുന്നുണ്ട്. എന്ന് വെച്ചാൽ മൃഗസംരക്ഷണം എന്ന് പറഞ്ഞാൽ അവിടെ ചെറിയ മുയലോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വളർത്തു മൃഗങ്ങളായിക്കോട്ടെ അല്ലെ, കോഴി ഒക്കെയുള്ള ഒരു ഫാം പോലെ. അപ്പൊ നിങ്ങളൊരു കൂര ആലോചിക്കുക, ആ കൂരയിൽ എന്തൊക്കെയുണ്ട്? മത്സ്യങ്ങളുണ്ട്, മൃഗങ്ങളുണ്ട് കേട്ടോ. അപ്പൊ കൂരയില് വളരെ ന്യൂനപക്ഷം മത്സ്യങ്ങളും മൃഗങ്ങളും ഉണ്ട് എന്ന് ആലോചിച്ച് വെച്ച് കഴിഞ്ഞാൽ കൂര കുര്യൻ, ജോർജ് കുര്യന്റെ 3 വകുപ്പുകൾ മലയാളിയാണ്. ഇത് നന്നായിട്ട് വായിച്ചെന്ന് ഓർമ്മയുണ്ടാവും. കോഡിനൊന്നും ആവശ്യമില്ല. ന്യൂനപക്ഷം, അദ്ദേഹം ഒരു ക്രിസ്ത്യൻ സമുദായാംഗമാണ്. അപ്പൊ ന്യൂനപക്ഷത്തിന്റെ സഹമന്ത്രിയാണ് ഇദ്ദേഹം. അതുപോലെ തന്നെ ഫിഷറീസിന്റെ സഹമന്ത്രിയാണ്, മൃഗസംരക്ഷണ വകുപ്പുകളുടെയും സഹമന്ത്രിയാണ് ജോർജ് കുര്യൻ. ഇവിടെയാണ് ഇദ്ദേഹത്തിന് സഹമന്ത്രി സ്ഥാനമാണെങ്കിൽ ഈ വകുപ്പുകളൊക്കെ കൈകാര്യം ചെയ്യുന്ന ക്യാബിനറ്റ് മന്ത്രിമാർ ആരൊക്കെയാണ് നോക്കണം. ഇവിടെ രസകരമായ ഒരു ട്രിക്ക് ഞാൻ പറഞ്ഞുതരാം. നോക്കൂ, പഞ്ചായത്തിലേക്ക് ഈ പറയുന്ന മത്സ്യങ്ങളെയും മൃഗങ്ങളെയും അതുപോലെ പശുക്കളെയും ഒക്കെ വാങ്ങാൻ വേണ്ടി നമ്മള് മല്ലു സിംഗിന്റെ അടുത്ത് പോവാണ്. ആരുടെ അടുത്ത് പോവാണ്? മല്ലു സിംഗ് എന്ന് പറഞ്ഞൊരു സിനിമ കാണാത്ത മലയാളികൾ അപൂർവമായിരിക്കും. ആ സിനിമ അറിയാത്തവർക്ക് ഈ കോഡ് കിട്ടത്തില്ല. അപ്പൊ മല്ലു സിംഗ് എന്ന് പറയുമ്പോൾ ഉണ്ണി മുകുന്ദനെ ആലോചിച്ച് വെച്ചേ. അപ്പൊ മല്ലു സിംഗിന്റെ അടുത്ത് പഞ്ചായത്തിലേക്ക് കുറച്ച് ഫിഷർമാൻമാർക്ക് മത്സ്യവും മൃഗങ്ങളെയും അതുപോലെ തന്നെ ക്ഷീര കർഷകർക്ക് കുറച്ച് പശുക്കളെയും വാങ്ങാൻ പോവാണ്. അപ്പൊ പഞ്ചായത്തിലേക്ക് ഫിഷർമാൻമാർക്ക് മത്സ്യങ്ങളെ വേണം, മൃഗങ്ങളെ വാങ്ങാൻ പോവുകയാണ്. അതുപോലെ തന്നെ ക്ഷീര കർഷകർക്ക് കുറച്ച് പശുക്കളെ, ക്ഷീര സംരക്ഷണം, മൃഗസംരക്ഷണം, ഫിഷറീസ്, പഞ്ചായത്ത്, ഇതെല്ലാം മല്ലു സിംഗ് ആണ്. മല്ലു സിംഗ് നിങ്ങൾ പഠിച്ചാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഓർമ്മയുണ്ടാവും. ലല്ലൻ സിംഗ് കിട്ടുമെന്ന് വിചാരിക്കുന്നു. ലല്ലൻ സിംഗ്, മല്ലു സിംഗ്. നോക്കൂ, അടുത്ത ഒരു പോയിന്റ്, ന്യൂനപക്ഷത്തിന്റെ ഈ പറയുന്ന ജോർജ് കുര്യന് സഹമന്ത്രിയാണെങ്കിൽ ന്യൂനപക്ഷത്തിന്റെ കേന്ദ്രത്തിലെ ക്യാബിനറ്റ് മന്ത്രി ആരാണ്? അത് കിരൺ റിജിജു ആണ്. അവിടെ നോക്കൂ, നിങ്ങൾ ഇങ്ങനെയൊന്ന് ആലോചിച്ച് വെച്ചോളൂ. ഞാൻ ആലോചിച്ച് വെക്കുന്നതാണ്. പാർലമെന്റിൽ ന്യൂനപക്ഷങ്ങളുടെ ഒരു കിരണം പോലും ഇല്ല. എന്തില്ല? ഒരു കിരണം പോലും ഇല്ല. ന്യൂനപക്ഷങ്ങൾക്ക് പാർലമെന്റിൽ ഒരു കിരണം പോലും ഇല്ല എന്ന് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ കിരൺ റിജിജു എന്ന് കിട്ടുമല്ലോ. അപ്പൊ പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി ആരാണ്? ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രി ആരാണ്? രണ്ടും ഒരാളാണ്, കിരൺ റിജിജു. പാർലമെന്റിൽ ന്യൂനപക്ഷങ്ങളുടെ കിരണം പോലുമില്ല. അപ്പൊ അത് കിട്ടിയല്ലോ. ഇനി നോക്കൂ കൂട്ടുകാരെ, നിങ്ങൾക്കൊക്കെ അറിയുന്ന കഴിഞ്ഞ 5 വർഷം നമ്മളെ ഭരിച്ച കേന്ദ്ര ക്യാബിനറ്റിലെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് മന്ത്രിമാർ ആരൊക്കെയാണെന്നാണ് എല്ലാവർക്കും അറിയുന്നതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകും. ആഭ്യന്തര വകുപ്പ് മന്ത്രി നമ്മുടെ പ്രിയപ്പെട്ട അമിത് ഷായാണ്. അദ്ദേഹത്തിന് തന്നെയാണ് സഹകരണ വകുപ്പ് ഉള്ളത്. അതുകൂടി നിങ്ങൾ ആഡ് ചെയ്ത് പഠിക്കണം. എന്താണ്? സഹകരണ വകുപ്പിന്റെ മന്ത്രിയും സഹകരണ വകുപ്പിന്റെ മന്ത്രിയും അമിത് ഷാ തന്നെയാണ്. അദ്ദേഹമാണ് ആഭ്യന്തര വകുപ്പ് മന്ത്രി. നോക്കൂ, ഏറ്റവും പ്രധാനപ്പെട്ട അടുത്ത പോസ്റ്റ് പ്രതിരോധ വകുപ്പ് മന്ത്രിയാണ്. ഇന്ത്യയുടെ പ്രതിരോധ വകുപ്പ് മന്ത്രി രാജ്നാഥ് സിംഗ് ആണ്. ഞാൻ കോഡ് പറയാത്തത് ഇതെല്ലാവർക്കും അറിയുന്ന പ്രധാനപ്പെട്ട പോസ്റ്റ് ആയതുകൊണ്ടാണ്. ബാക്കിയുള്ള മുഴുവൻ മന്ത്രിമാരും നമ്മൾ കോഡാക്കി പഠിക്കും. അടുത്ത നോക്കൂ, നിർമ്മല സീതാരാമൻ. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ബജറ്റ് അവതരിപ്പിച്ച നമ്മുടെ നിർമ്മല സീതാരാമനാണ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ധനകാര്യ വകുപ്പ് മന്ത്രി. ഓക്കെ, ആഭ്യന്തരം അമിത് ഷാ, അതുപോലെ പ്രതിരോധം രാജ്നാഥ് സിംഗ്, ധനകാര്യം നിർമ്മല സീതാരാമൻ, വിദേശകാര്യം നമ്മളെ ജയശങ്കർ തന്നെയാണ് തുടരുന്നത്. ജയശങ്കർ തന്നെയാണ് വിദേശകാര്യ മന്ത്രിയായിട്ട് തുടരുന്നത്. ഓർത്തു വെക്കണേ. അടുത്തത് ഏറ്റവും കൂടുതൽ പ്രശംസ പിടിച്ചു പറ്റിയ കഴിഞ്ഞ മന്ത്രിസഭയിലെ മികച്ചൊരു മന്ത്രിയായിരുന്നു നിതിൻ ഗഡ്കരിജി. അതേ വകുപ്പ് തന്നെ തുടരുകയാണ്.
റോഡ് ഗതാഗതം, ഹൈവേ വികസനം. നോക്കൂ, ഉപരിതല ഗതാഗതം, റോഡ് ഗതാഗതം, അതുപോലെ തന്നെ ഹൈവേ വികസനമാണ് നിതിൻ ഗഡ്കരി. അല്ലെ, ഈ കുണ്ടും കുഴിയും ഗട്ടറൊന്നും ഇല്ലാത്ത നല്ല റോഡുകളാണ് ഇന്ത്യയിൽ. അപ്പൊ നോക്കൂ, നല്ല നീറ്റായ ഗട്ടർ ഇല്ലാത്ത റോഡുകളുടെ മന്ത്രി ആരാണ്? നീറ്റായ ഗട്ടർ ഇല്ലാത്ത നിതിൻ ഗഡ്കരിയാണ്. റോഡ് ഗതാഗതം, ഹൈവേ വികസനം. അടുത്തതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു മാറ്റം നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത്. ഇദ്ദേഹം പുതുതായിട്ട് നമ്മുടെ മന്ത്രിസഭയിലേക്ക് വന്നാണ്. എന്ന് വെച്ചാൽ ഒന്നാം നരേന്ദ്രമോദി സർക്കാരിന്റെ മന്ത്രിസഭയിൽ അദ്ദേഹം ഉണ്ടായിരുന്നു. പിന്നീട് അദ്ദേഹം BJPയുടെ ദേശീയ അധ്യക്ഷനായി പ്രവർത്തിച്ചു. ഇപ്പൊ വീണ്ടും ഇതാ മന്ത്രിസഭയിലേക്ക് വന്നിരിക്കുകയാണ്. ഇദ്ദേഹം ആരോഗ്യ വകുപ്പ് മന്ത്രിയാണ്. നല്ല ആരോഗ്യമുണ്ട്. കണ്ടേ നിങ്ങള്, ഇദ്ദേഹത്തെ കുറിച്ച് നമ്മൾ പറയുന്നത് നടന്നു കഴിഞ്ഞാൽ നമ്മുടെ കുടുംബം എല്ലാം ഉഷാറാകും, അല്ലെ? കുടുംബക്ഷേമം, അതുപോലെ തന്നെ കുടുംബത്തിന്റെ ക്ഷേമ ഉഷാറം നന്നായിട്ട് നടന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആരോഗ്യമൊക്കെ സെറ്റ് ആവും. നമ്മുടെയും എല്ലാവരുടെയും കുടുംബത്തിലെ. അപ്പൊ നോക്കൂ, കുടുംബത്തിന്റെ ക്ഷേമം എല്ലാവർക്കും വേണ്ടിയിട്ട് നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടി നമ്മൾ നടക്കണം. നദ. അപ്പൊ നമുക്ക് നദ്ദ എന്നുള്ളത് നട എന്ന് പറഞ്ഞു നോക്കിയേ. JP നദ്ദ. അപ്പൊ നട എന്ന് പറഞ്ഞാൽ ആരോഗ്യമാണ്, കുടുംബം ക്ഷേമമാണെന്ന് ആലോചിക്കുക. അങ്ങനെ അദ്ദേഹത്തിന് ചില വകുപ്പുകൾ കൂടിയുണ്ട്, അത് നമുക്ക് അടുത്ത സ്ലൈഡിൽ വരുന്നുണ്ട്. JP നഡ്ഡ ആരോഗ്യ വകുപ്പ് മന്ത്രിയാണ്. മറ്റൊരു മന്ത്രി നിങ്ങൾക്കറിയാം, മുൻ വർഷങ്ങളിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് പീയൂഷ് ഗോയൽ, അല്ലെ? വാണിജ്യ വ്യവസായ വകുപ്പ് മന്ത്രിയായിരുന്നു. കഴിഞ്ഞ നരേന്ദ്രമോദി സർക്കാരിന്റെ കാലത്ത് ഇദ്ദേഹം ഈ വകുപ്പ് തന്നെ തുടരുകയാണ്. പീയൂഷ് ഗോയൽ, വാണിജ്യം വ്യവസായം, പീയൂഷ് ഗോയൽ എല്ലാവർക്കും ഏറ്റവും പ്രധാനപ്പെട്ട മന്ത്രിയാണ്. അടുത്ത വ്യക്തി വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ്, കാരണം പുതുതായിട്ട് നമ്മുടെ മന്ത്രിസഭയിലേക്ക് വന്നതാണ്. ഇദ്ദേഹം മധ്യപ്രദേശിന്റെ മുൻ മുഖ്യമന്ത്രിയായിരുന്നു. വലിയ റെക്കോർഡ് ഭൂരിപക്ഷത്തിലാണ് അദ്ദേഹം ജയിച്ചു പോന്നിട്ടുള്ളത്. ഇദ്ദേഹത്തെ കുറിച്ച് പൊതുവെയുള്ള അഭിപ്രായം വളരെ സൗമ്യ മുഖം, അല്ലെ? എല്ലാവരോടും വളരെ സ്നേഹത്തിലൊക്കെ പെരുമാറുന്ന ഒരു വ്യക്തിയാണ് മധ്യപ്രദേശിന്റെ മുൻ മുഖ്യമന്ത്രി ജനകീയനായ ശിവരാജ് സിംഗ് ചൗഹാൻ. എന്നാണ് പേര്? ശിവരാജ് സിംഗ് ചൗഹാൻ. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആലോചിക്കുക, ശിവനെ എന്ത് ചെയ്യാണ്? എല്ലാവരെയും ഒന്ന് റെഡിയാക്കണം. ഇന്ത്യയെ സംബന്ധിച്ച് ഇപ്പം വലിയൊരു പ്രശ്നം എല്ലാവരെയും എന്ന് പറഞ്ഞാൽ കൃഷിക്കാരെയൊക്കെ റെഡിയാക്കണം, അതുപോലെ ഗ്രാമത്തിലെ ആളുകളെയൊക്കെ ഒന്ന് നല്ല രൂപത്തിൽ വികസിപ്പിക്കണം എന്നൊക്കെ ആലോചിച്ച് വെക്കുക. അപ്പൊ കൃഷി, ഗ്രാമവികസനം ശിവനാണ്. ശിവരാജ് സിംഗ് ചൗഹാനാണ്. ശിവന്റെ രാജ്യമാക്കി മാറ്റാൻ വേണ്ടിയിട്ട് നോക്കൂ, കൃഷി എന്ന് പറയുമ്പോൾ ശിവരാജ് സിംഗ് ചൗഹാൻ. മറന്നു പോകേണ്ട, കൃഷി വകുപ്പ് ഏറെ പ്രശ്നങ്ങളിലേക്ക് പോകാൻ സാധ്യതയുള്ള ഒരു വകുപ്പാണ്. കഴിഞ്ഞ കാലങ്ങളിൽ നരേന്ദ്രമോദി സർക്കാരിനെ സംബന്ധിച്ച് കൃഷി വകുപ്പുമായി ബന്ധപ്പെട്ടില്ലേ വലിയ കർഷക പ്രക്ഷോഭങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. അതെല്ലാം ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വലിയ ഭരണ പാഠവമുള്ള ശിവരാജ് സിംഗ് ചൗഹാനെ പോലുള്ള ഒരു വ്യക്തിക്ക് ഈ ഒരു വകുപ്പ് നരേന്ദ്രമോദി കൊടുത്തത്. അപ്പൊ നോക്കൂ, കൃഷി വകുപ്പ് ശിവരാജ് സിംഗ് ചൗഹാൻ ആണെന്ന് പഠിച്ചു വെക്കണം. അപ്പൊ ഇത്രയും നേരം നമ്മൾ പറഞ്ഞ വകുപ്പുകളിലെ കുറച്ചുകൂടി മാറ്റങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ ഒരു സ്ലൈഡ് നോക്കൂ. പ്രതിരോധം നമ്മൾ പറഞ്ഞു, രാജ്നാഥ് സിംഗ് ആണ്. ആഭ്യന്തരം സഹകരണം അമിത്ഷായാണ്. ആരോഗ്യം, കുടുംബക്ഷേമം, കെമിക്കൽ, അതുപോലെ ഫെർട്ടിലൈസേഴ്സ് തുടങ്ങിയ വകുപ്പുകളെല്ലാം JP നദ്ദയാണ് ആ പ്രധാനപ്പെട്ട വകുപ്പുകളെല്ലാം കൈകാര്യം ചെയ്യുന്നത്. ഗതാഗതം, ഹൈവേ നമ്മൾ പറഞ്ഞു, നിതിൻ ഗഡ്കരിയാണ്. ധനകാര്യത്തിന്റെ കൂടെ കോർപ്പറേറ്റ് കാര്യം കൂടി ഓർത്തു വെക്കണം. കോർപ്പറേറ്റ് കാര്യം ആര് തന്നെയാണ്? നിർമ്മല സീതാരാമൻ തന്നെയാണ്. അടുത്തൊരു വകുപ്പ് റെയിൽവേ ആണ് കൂട്ടുകാരെ. കഴിഞ്ഞ നരേന്ദ്രമോദി സർക്കാരിന്റെ റെയിൽവേ മന്ത്രി തന്നെയാണ് ഈ പ്രാവശ്യം തുടരുന്നത്, അശ്വിനി വൈഷ്ണവ്. നോക്കൂ, റെയിൽവേ, അതുപോലെ തന്നെ IB, ഇലക്ട്രോണിക്സ്, IT പ്രധാനപ്പെട്ട രണ്ട് വകുപ്പുകളാണ്. IT വകുപ്പും ഇലക്ട്രോണിക്സും ഈ പ്രാവശ്യം റെയിൽവേയുടെ കൂട്ടത്തിൽ കൊടുത്തു ആലോചിക്കുക. അപ്പോ ഈ പറയുന്ന ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മളിതാ IT ഡിപ്പാർട്ട്മെന്റ് ഒക്കെ എവിടെയാണ്? ഇപ്പൊ റെയിൽവേയിലാണ് വർക്ക് ചെയ്യുന്ന ആലോചിക്കുക. അപ്പൊ റെയിൽവേയിൽ ട്രെയിനിൽ എന്താണ്? IT പ്രൊഫഷണലുകളെല്ലാം ഇലക്ട്രോണിക്സ് സാധനങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് പോവുകയാണ്. അശ്വിനി വൈഷ്ണവാണ് നയിക്കുന്നത്. അപ്പൊ പ്രധാനപ്പെട്ട വകുപ്പുകൾ ചിലത് കൂടി ആർക്ക് ആഡ് ചെയ്ത് കൊടുത്തു? അശ്വിനി വൈഷ്ണവിന്. നല്ല അഭിപ്രായം പേരെടുത്ത ഒരു മന്ത്രിയായിരുന്നു കഴിഞ്ഞ കാലത്ത് അശ്വിനി വൈഷ്ണവ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് നരേന്ദ്രമോദി വകുപ്പുകളൊക്കെ ആഡ് ചെയ്ത് കൊടുത്തത്. അപ്പൊ നോക്കൂ, റെയിൽവേ, ഇലക്ട്രോണിക്സ്, IT, അശ്വിനി വൈഷ്ണവ് ഓർത്ത് വെക്കുക. നോക്കൂ, അടുത്തത് നമ്മൾ നേരത്തെ പറഞ്ഞു, കൃഷി, അതുപോലെ ഗ്രാമവികസനം, കാർഷിക ക്ഷേമം എല്ലാം നമ്മുടെ ശിവരാജ് സിംഗ് ചൗഹാനാണ്. വിദേശകാര്യം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോസ്റ്റാണ് വിദേശകാര്യം. S ജയശങ്കർ ആണ്. ഇവിടെ ഭവന നിർമ്മാണം, നഗരവികസനം, ഊർജം കൂട്ടുകാർ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ആണ്. ഇതുവരെ പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് പരിചയമുള്ള മുഖങ്ങളായിരിക്കും ഒരു പക്ഷേ. ഇനി പഠിക്കാൻ പോകുന്ന പേരുകൾ അത്രയ്ക്ക് പ്രധാനപ്പെട്ടതും എന്നാൽ നമുക്ക് പെട്ടെന്ന് ഓർക്കാൻ പറ്റാത്തതുമാണ്. അപ്പൊ അതെല്ലാം നമ്മൾ കോഡാക്കിയാണ് പഠിക്കുന്നത്. ആദ്യം തന്നെ ഭവന നിർമ്മാണം, നഗരവികസനം, ഊർജം, ഈ മൂന്ന് വകുപ്പുകളെ കുറിച്ച് പറയുമ്പോൾ കൂട്ടുകാർ ആലോചിച്ച് നോക്കിക്കേ. നമ്മുടെ ലാലേട്ടൻ, നമ്മുടെ മോഹൻലാലേ, അദ്ദേഹം മനോഹരമായി ലാലേട്ടൻ ഒരു വീടുണ്ടാക്കുകയാണ്. അത് നഗരത്തിന്റെ നടുക്കിലെ ആ വികസനമൊക്കെ, എല്ലാ വികസനവും വരുന്ന നഗരത്തിന്റെ സെന്ററിൽ, അപ്പൊ നഗരവികസനം വരുന്ന ആ മേഖലയിൽ അദ്ദേഹം ഒരു ഭവനം നിർമ്മിക്കുകയാണ്. അദ്ദേഹം അവിടെ നിർമ്മിച്ച സമയത്ത് അവിടെ ഊർജ്ജം വളരെ കുറവ് ഉപയോഗിക്കുന്ന ലൈറ്റുകൾ അല്ലെങ്കിൽ അതൊക്കെയാണ് ഉപയോഗിച്ചത്. അപ്പൊ ഊർജ്ജം വളരെ കുറവ് ഉപയോഗിക്കുന്ന രൂപത്തിൽ അദ്ദേഹം ഒരു ഭവനം നിർമ്മിക്കുകയാണ് നഗരത്തിന്റെ നടുക്ക് വികസനമൊക്കെ വരുന്ന സ്ഥലത്ത്. ആരാണ്? മനോഹരമായ വീട് നിർമ്മിച്ചത് ലാലേട്ടനാണ്. അപ്പൊ മനോഹരമായി ലാലേട്ടൻ നിർമ്മിച്ച വീട് മനോഹർ ലാൽ ഖട്ടർ. പേര് പഠിച്ചേ, മനോഹർ ലാൽ എന്ന് പഠിച്ചു വെച്ചാൽ മതി.
മനോഹർലാൽ മനോഹരമായി ലാലേട്ടൻ നിർമ്മിച്ചു, ഭവനം നിർമ്മിച്ചു, നഗരത്തിന്റെ വികസനമുള്ള ഭാഗത്ത് വളരെ ഊർജം കുറഞ്ഞ രൂപത്തില്, അത് നിങ്ങൾ മനസ്സിലാലോചിച്ച് വെച്ച് കഴിഞ്ഞാൽ ഊർജം കുറവ്, നഗര വികസനം അതുപോലെ തന്നെ ഈ പറയുന്ന ഭവന നിർമ്മാണം മനോഹർലാൽ മനോഹരമായി ലാലേട്ടൻ നിർമ്മിച്ചു. ഓർമ്മയുണ്ടാവില്ലോ? ഓർമ്മയുണ്ടാവും. അടുത്ത നോക്കൂ, വൻകിട വ്യവസായം സ്റ്റീലാണ്. നമ്മുടെ കർണാടകയുടെ മുൻ മുഖ്യമന്ത്രിയൊക്കെ ആയിരുന്ന നേതാവാണ് HD കുമാരസ്വാമി അല്ലെ. അപ്പൊ HD കുമാരസ്വാമി എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓർത്തു വെക്കാൻ വലിയ ട്രിക്ക് ഒന്നും അല്ലെങ്കിലും കുമാരൻ സ്വാമി ആയപ്പോൾ സ്റ്റീലിന്റെ വടി ഉപയോഗിച്ചാണ് നടക്കുന്നത്. ആലോചിച്ച് നോക്കുക. കുമാരൻ സ്വാമി ആയപ്പോൾ സ്റ്റീൽ ഉപയോഗിച്ചുകൊണ്ടാണ് നടക്കുന്നത്. കുമാരൻ സ്വാമി ആയപ്പോൾ സ്റ്റീൽ ഉപയോഗിച്ചുകൊണ്ട് നടക്കുന്നു, മറന്നു പോരുത്. ഇനി നമുക്ക് ഓരോ മന്ത്രിമാരുടെ കാണാം സ്ക്രീനിലേക്ക്. ഞാൻ പറയാൻ പോവാണ്. വാണിജ്യം വ്യവസായം നമ്മൾ ഓൾറെഡി പറഞ്ഞു, പീയൂഷ് ഗോയൽ എല്ലാവർക്കും അറിയാം. വിദ്യാഭ്യാസമാണ് അടുത്ത കൂട്ടുകാരെ. വിദ്യാഭ്യാസം എന്ന് പറയുന്നത് നോക്കൂ, ധർമ്മേന്ദ്ര പ്രധാൻ ആണ്. ധർമ്മേന്ദ്ര പ്രധാൻ. വിദ്യാഭ്യാസമുള്ള ആളുകൾ പൊതുവെ ധർമ്മം ചെയ്യാറുണ്ട്. വിദ്യാഭ്യാസം ഇല്ലാത്ത ആളുകൾ ധർമ്മം ചെയ്യില്ല എന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം. നിങ്ങൾ പഠിക്കാൻ വേണ്ടി ആലോചിച്ച് വെക്കുക. വിദ്യാഭ്യാസമുള്ളവരാണ് കൂടുതൽ ധർമ്മം ചെയ്യുക. അപ്പൊ വിദ്യാഭ്യാസമുള്ളവൻ നോക്കൂ, ധർമ്മേന്ദ്ര പ്രധാൻ. ധർമ്മം ചെയ്യുന്നവനായിരിക്കും, ധർമ്മം പ്രദാനം ചെയ്യുന്നവരായിരിക്കും അല്ലെ. അപ്പൊ ധർമ്മേന്ദ്ര പ്രധാൻ വിദ്യാഭ്യാസം ആലോചിച്ച് വെക്കുക. നോക്കൂ, MSME. എന്താണ് MSME? മിനിസ്ട്രി ഓഫ് മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസ്. അതാണ് ഇതിന്റെ ഒരു പൂർണ്ണ രൂപം. അപ്പൊ ഈ ഒരു വകുപ്പ് MSME എന്നുള്ളത് ഞാൻ ഓർത്തു വെക്കുന്ന ട്രിക്ക് എങ്ങനെയാണ് കൂട്ടുകാർ? ഇത് പറയുമ്പോൾ കോഡായിട്ട് മാത്രം കൂട്ടുകാർ ഉൾക്കൊള്ളണം. പെട്ടെന്ന് ജിതിൻ റാം മാഞ്ചി, ഇദ്ദേഹം വളരെ അറിയപ്പെടുന്ന ഒരു സീനിയർ പൊളിറ്റീഷ്യൻ ആണ് കേട്ടോ. മുഖ്യമന്ത്രി പദത്തിലൊക്കെ ഇരുന്ന വ്യക്തിയാണ്. പക്ഷെ ഇദ്ദേഹത്തെ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് തമിഴ് ഡയലോഗാണ്. മൂഞ്ചി കണ്ടാലെ തിരിയുണ്ടാ നീ ഒരു മോശമാനവേ. എപ്പടി ഒന്ന് പറഞ്ഞു നോക്കിയേ. തമിഴ് അറിയാത്തവർ ഇത് സ്കിപ്പ് ചെയ്യുക, നിങ്ങൾ എന്തേ കൂടാക്കി പഠിക്കുക. മൂഞ്ചി പാത്താലെ തിരിയുണ്ടാ നീ ரொம்ப മോശമാനവൻ. മോശം 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 മോശം. MSME മോശമാനവൻ. മൂഞ്ചി പാത്താലെ തിരിയും. അപ്പൊ മാഞ്ചി മോശം, മാഞ്ചി മോശം എന്ന് പഠിച്ചോ, അല്ലെങ്കിൽ ജിതിൻ മോശം എന്ന് പഠിച്ചോ. നിങ്ങൾ എങ്ങനെ പഠിച്ചാലും കുഴപ്പമില്ല. മൂഞ്ചി പാത്താലെ എനിക്ക് തിരിയുണ്ടാ നീ മോശമാനവൻ എന്ന് ഞാൻ പഠിച്ചു വെച്ചു. അപ്പൊ നോക്കിക്കേ, MSME മാഞ്ചിയാണ്. അടുത്ത നോക്കൂ കൂട്ടുകാരെ, നമ്മൾ നേരത്തെ പഠിച്ചല്ലോ, മല്ലു സിംഗിനെ എടുത്ത് പോവുകയാണല്ലേ. പഞ്ചായത്ത് മല്ലു സിംഗിനെ എടുത്ത് ഫിഷറീസ്, മൃഗസംരക്ഷണം, ക്ഷീരവികസനം. മറക്കില്ല, നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു. അടുത്ത തുറമുഖം, ഷിപ്പിംഗ്, ജലപാത, സർബാനന്ദ സോനാവാൾ. രസകരമായിട്ട് പഠിക്കാം. വാളെടുക്കുക, വാളെടുത്തിട്ട് ഷിപ്പ് തുറന്നപ്പോ ജലം പുറത്തേക്ക് ചാടി. ഒന്ന് ആലോചിച്ച് നോക്കിയേ. വാളെടുത്തിട്ട് ഷിപ്പ് തുറന്നപ്പോ ജലം പുറത്തേക്ക് ചാടി. കൃത്യമായിട്ട് പഠിക്കാൻ പറ്റില്ലേ? വാളെടുത്തു സോനാവാൾ, വാളെടുത്തു സോനാവാൾ. ഷിപ്പ് തുറന്നു, തുറമുഖം, ഷിപ്പിംഗ്. ജലം ഇതാ ഇങ്ങോട്ട് വന്നു, ജലപാത, ജലപാത, തുറമുഖം, ഷിപ്പിംഗ്, സർബാനന്ദ സോനോവാൾ. സെറ്റാണോ? സോനോവാൾ. അടുത്ത് നോക്കൂ, സാമൂഹ്യ നീതി ശാക്തീകരണം. സാമൂഹ്യ നീതി ആൻഡ് ശാക്തീകരണം. ഈ ഒരു വകുപ്പ് വീരേന്ദ്രകുമാറാണ്. എങ്ങനെ ആലോചിച്ച് വെക്കും? സമൂഹത്തിൽ ശക്തിയുള്ളവരെല്ലാം വീരന്മാരാണ്. സമൂഹത്തിൽ ശക്തിയുള്ളവരെല്ലാം വീരന്മാരാണ്. കിട്ടൂലേ? സമൂഹത്തിൽ ശക്തിയുള്ളവർ വീരന്മാരാണ്. സാമൂഹ്യനീതി ശാക്തീകരണം, വീരേന്ദ്രകുമാർ. സെറ്റല്ലേ? അടുത്ത് നോക്കൂ, സിവിൽ ഏവിയേഷൻ ആണ് കൂട്ടുകാരെ. സിവിൽ ഏവിയേഷൻ പ്രധാനപ്പെട്ട വകുപ്പാണ്. കാരണം നിങ്ങൾക്ക് ഈ കൂട്ടത്തിൽ കണ്ടാൽ തന്നെ മനസ്സിലല്ലേ, ഒരു ചെറുപ്പക്കാരനാണ്. ഒരു 10-38 വയസ്സേ ഉള്ളൂ തോന്നും, കൃത്യമായിട്ട് എനിക്ക് അറിയില്ല. എന്തായാലും ഇദ്ദേഹം തെലുങ്ക് ദേശം പാർട്ടിയുടെ ഒരു നേതാവാണ്. അപ്പൊ ഈ പ്രാവശ്യം NDA മുന്നണിയിലെ പ്രധാനപ്പെട്ട ഘടകകക്ഷിയായ തെലുങ്ക് ദേശം പാർട്ടിയുടെ ഒരു ലീഡറാണ്. കൃത്യമായിട്ട് പഠിക്കണം. റാം മോഹൻ നായിഡു. റാം മോഹൻ നായിഡു. പേരൊന്ന് പറഞ്ഞു നോക്കിയേ. റാം മോഹൻ നായിഡു. എങ്ങനെ ഓർത്തു വെക്കും? എല്ലാവർക്കും ഇത് കിട്ടിക്കോളുന്നില്ല. പക്ഷെ എനിക്കിത് പെട്ടെന്ന് ആലോചിച്ചപ്പം രസകരമായിട്ട് തോന്നി. എനിക്ക് ഓർമ്മയുണ്ടാവും. നിങ്ങൾ നോക്കിക്കേ, നമ്മുടെ രാം മോഹൻ, രാമന്റെ മോഹത്തിന് വേണ്ടിയിട്ട് കൂട്ടുകാരെ, രാമന്റെ മോഹത്തിന് വേണ്ടിയിട്ട് ഹനുമാൻ ആകാശത്തിലൂടെ സഞ്ചരിച്ച ആ ഒരു പിക്ചർ നിങ്ങൾ ആലോചിച്ചേ. സിവിൽ ഏവിയേഷൻ റാം മോഹൻ നായിഡു. സിവിൽ ഏവിയേഷൻ റാം മോഹൻ നായിഡു. രാമന്റെ മോഹത്തിന് വേണ്ടിയിട്ട് സിവിൽ ഏവിയേഷൻ ആകാശത്തിലൂടെ പറക്കുകയാണല്ലേ. ഇനി അമരാവതി എന്ന് പറയുന്ന ആന്ധ്രാപ്രദേശിലെ നഗരത്തിലൂടെ ഇങ്ങനെ ഒരുപാട് വിമാനങ്ങൾ ഇങ്ങനെ പറന്നിറങ്ങുമെന്ന് ആലോചിക്കുക. അപ്പൊ അത്തരത്തില് ഈ ആന്ധ്രാപ്രദേശിൽ നിന്നും വന്ന പ്രധാനപ്പെട്ട നേതാവായ റാം മോഹൻ നായിഡു, TDPയുടെ ലീഡർ, അദ്ദേഹത്തിന്റെ വകുപ്പ് സിവിൽ ഏവിയേഷൻ. രാമന്റെ മോഹത്തിന് വേണ്ടിയിട്ടില്ലേ ആകാശത്തിലൂടെ പറന്ന നമ്മുടെ ഹനുമാനെയൊക്കെ ആലോചിച്ചുകൊണ്ട് നിങ്ങൾ എന്താലോചിക്കുക? സിവിൽ ഏവിയേഷൻ. അടുത്ത നോക്കൂ, ഉപഭോക്തൃകാര്യ, ഭക്ഷ്യ പൊതുവിതരണം ആൻഡ് റിന്യൂവബിൾ എനർജി. ഇതും രസകരമായി ആലോചിക്കാം. പേര് പ്രഹ്ലാദ് ജോഷി എന്നാണ്. പ്രഹ്ലാദ് ജോഷി. എങ്ങനെ ആലോചിക്കും? എല്ലാ ഉപഭോക്താക്കൾക്കും, നിങ്ങൾ ആലോചിച്ച് വെക്കണേ, എല്ലാ ഉപഭോക്താക്കൾക്കും ഭക്ഷണം കൃത്യമായിട്ട് വിതരണം ചെയ്ത് കഴിഞ്ഞാൽ, എല്ലാ ഉപഭോക്താക്കൾക്കും ഭക്ഷണം കൃത്യമായിട്ട് വിതരണം ചെയ്ത് കഴിഞ്ഞാൽ ഒരു പുതിയൊരു എനർജി വരും അല്ലെ. അത് വന്നു കഴിഞ്ഞാൽ നോക്കൂ, വളരെ ആഹ്ലാദമായിരിക്കും, വളരെ ജോഷായിരിക്കും.
ഒന്ന് ആലോചിച്ച് നോക്കിയത്, ഒന്ന് എഴുതി വെച്ച് എന്നിട്ട് കോഡൊക്കെ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും. നോക്കൂ, എന്താ പറഞ്ഞത്? ഭക്ഷണം അല്ലെങ്കിൽ ഉപഭോക്താക്കൾക്ക് ഭക്ഷണം കൃത്യമായിട്ട് വിതരണം ചെയ്തു കഴിഞ്ഞാൽ, ഉപഭോക്താക്കൾക്കെല്ലാം ഭക്ഷണം കൃത്യമായിട്ട് വിതരണം ചെയ്തു കഴിഞ്ഞാൽ ഒരു പുതിയ ഒരു ന്യൂ എനർജി വരാറില്ലേ? അങ്ങനെ ഒരു ന്യൂ എനർജി വന്നു കഴിഞ്ഞാൽ വളരെ ആഹ്ലാദമായിരിക്കും, ജോഷ് ആയിരിക്കും. ജോഷ് എന്ന് പറഞ്ഞാൽ നല്ല ഉത്സാഹം, അടിപൊളിയായിരിക്കും. ഫുഡ് കഴിച്ചാൽ എല്ലാവർക്കും ഭക്ഷണം വിതരണം ചെയ്തു കഴിഞ്ഞാൽ ഒരു പുതിയ എനർജി വന്നാൽ ഉത്സാഹമായിരിക്കും, ജോഷ് 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 ആയിരിക്കും. നോക്കൂ, ഇവിടെ പ്രഹ്ലാദ് ജോഷി, ആഹ്ലാദം ജോഷ്, പ്രഹ്ലാദ് ആഹ്ലാദം എന്നാക്കുക, എന്നിട്ട് ജോഷ് ജോഷ് ആലോചിക്കുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ഉപഭോക്തൃകാര്യ ഭക്ഷ്യ പൊതുവിതരണമാണ്. സംസ്കരണം വേറെ ആളാണ്, തെറ്റിക്കരുത്. പൊതുവിതരണം ചെയ്തു കഴിഞ്ഞാൽ ഒരു ന്യൂ എനർജി അല്ലെ, ന്യൂ റിന്യൂവബിൾ എനർജി ആരുടെ വകുപ്പാണ്? പ്രഹ്ലാദ് ജോഷി എന്ന് കൃത്യമായിട്ട് പഠിച്ചു വെക്കണേ. അടുത്തത് ആദിവാസി ക്ഷേമമാണ്. അപ്പൊ ഇതെല്ലാം നിങ്ങൾ എഴുതി എടുത്ത് ഒന്ന് റിപ്പീറ്റ് ചെയ്തിട്ട് ഈ കോഡ് ആലോചിച്ച് കഴിഞ്ഞാൽ കിട്ടും. ആദിവാസി ക്ഷേമം എന്ന് പറഞ്ഞാൽ ആദിവാസികൾ നോക്കൂ, ഒരു വനത്തിന്റെ ഓരത്താണ് ഇവർ താമസിക്കുക. വനത്തിൽ ഇങ്ങനെ സ്പ്രെഡ് ആയിട്ട് ആദിവാസികൾ താമസിക്കാറില്ല എന്ന് ആലോചിച്ച് നോക്കുക. അവരെന്താണ്? വനത്തിലെ ഒരു ഓരത്താണ് താമസിക്കുക. ഓറം, ഓറം, ജുയേൽ ഓറം. നോക്കൂ, ജയിലല്ല, ജയിലിലെ ഓരത്തല്ല ആദിവാസികൾ താമസിക്കുക. ഇവര് ഈ പറയുന്ന ഫോറസ്റ്റില് ഓരത്ത് താമസിക്കും. ഓറം എന്നുള്ള പേര് നിങ്ങൾക്ക് കിട്ടും. ആദിവാസി ക്ഷേമം ഓറം, ഓറം, ജുയേൽ ഓറം, ജുയേൽ ഓറമാണ് ആദിവാസി ക്ഷേമം. ആദിവാസികള് വനത്തിന്റെ ഓരത്ത് താമസിക്കുന്നു. നോക്കൂ, ടെക്സ്റ്റൈൽസ് ആണ് ഗിരിരാജ് സിംഗ്. ഞാൻ വേണമെങ്കിൽ ഒരു പിക്ചർ കാണിച്ചു തരാം. ഒരു സിനിമയിലെ ഡയലോഗിലെ ഗിരിയേട്ടൻ നല്ല സ്റ്റൈലാണ്. ഏത് സിനിമയുടെ ഡയലോഗാ? അതൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. നിങ്ങൾക്ക് സിനിമ കണ്ടവർക്ക് അറിയാം. ഓം ശാന്തി ഓശാനയില് ഗിരിയേട്ടനെ കുറിച്ച് ഇങ്ങനെ പറയുന്നത് നമ്മുടെ നസ്രിയ. അപ്പൊ ഗിരിയേട്ടൻ നല്ല സ്റ്റൈലാണെന്ന് ആലോചിച്ച് നോക്കുക. ഓക്കെ, നല്ല സ്റ്റൈലാണ്. ടെക്സ്റ്റൈൽസ് ഗിരി, ഗിരി ടെക്സ്റ്റൈൽസ് ഗിരിയാണ്. അപ്പൊ ടെക്സ്റ്റൈൽസിനാണ് ഗിരിയേട്ടൻ ജോലി എന്ന് വെച്ചാൽ ഗിരി രാജ് സിംഗ് ടെക്സ്റ്റൈൽസ്. ഓർമ്മ ഉണ്ടാവല്ലോ കൂട്ടുകാരെ. അടുത്ത് നോക്കൂ, വളരെ പ്രധാനപ്പെട്ടതാണ് ടെലികോം വടക്കു കിഴക്കൻ മേഖലാ വികസനം ജ്യോതിരാദിത്യ സിന്ധ്യ. അദ്ദേഹത്തിന് മുമ്പുണ്ടായിരുന്ന വകുപ്പ് മാറ്റിയിട്ടുണ്ട്, അതുകൊണ്ട് തെറ്റിക്കരുത്, കൃത്യമായിട്ട് പഠിക്കണം. ജ്യോതിരാദിത്യ സിന്ധ്യയുടെ വകുപ്പ് എങ്ങനെ അറിയാം? നിങ്ങൾക്ക് ആലോചിക്കാം. എടാ, വൈകുന്നേരം സന്ധ്യാനേരത്ത് വടക്ക് കിഴക്കുന്ന ഒരു ടെലിഫോൺ വന്നു. സന്ധ്യാനേരത്ത് വടക്ക് കിഴക്കുന്ന ഒരു ടെലിഫോൺ വന്നു. മക്കളെ ആലോചിച്ച് വെക്കുക. ടെലികോം വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളുടെ വികസനം ജ്യോതിരാദിത്യ സിന്ധ്യ. നോക്കൂ, സന്ധ്യാനേരത്ത് ജ്യോതി തെളിയിച്ച സമയത്ത് വടക്ക് കിഴക്കുന്ന ഒരു ടെലിഫോൺ വന്നു. ജ്യോതിരാദിത്യ സിന്ധ്യ, വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളുടെ മേഖലയിലെ വികസനം, ടെലികോം. സെറ്റാണോ? പരിസ്ഥിതി, വനം, കാലാവസ്ഥാ വ്യതിയാനം. പരിസ്ഥിതി, വനം വരുന്നു. അപ്പൊ നമുക്ക് ആലോചിക്കുക, ഭൂമി, ഭൂമി, നമ്മുടെ ഭൂമി, നമ്മുടെ ഭൂമാതാവ് അല്ലെ. നമ്മുടെ ഭൂപേന്ദ്രയാതവ്. ഭൂ എന്ന് പറഞ്ഞാൽ വനം, പരിസ്ഥിതി. ആരാണ്? ഭൂമിയിലാണ് എന്തുള്ളത്? പരിസ്ഥിതി ഉള്ളത്, വനമുള്ളത്. ഭൂപേന്ദ്രയാദവ്, വനം, പരിസ്ഥിതി. ആലോചിക്കുക. സാംസ്കാരികം, അതുപോലെ തന്നെ ടൂറിസം നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. ഗജവീരന്മാർ എഴുന്നള്ളുന്ന സാംസ്കാരിക തലസ്ഥാനം. അവിടെ ടൂറിസം മന്ത്രി ആരുണ്ട്? നമ്മുടെ സുരേഷ് ഏട്ടനുണ്ട്. അപ്പൊ സാംസ്കാരികം, ടൂറിസം ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത് അല്ലെ. അടുത്ത് നോക്കൂ, വനിതാ ശിശുക്ഷേമം. വളരെ ഇമ്പോർട്ടന്റ് ആണ്. സ്മൃതി ഇറാനി ഈ പ്രാവശ്യം പരാജയപ്പെട്ടു, നിങ്ങൾക്ക് അറിയാം. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് പഠിക്കണം. ഓപ്ഷനിൽ ഒരു പക്ഷെ ഉണ്ടാവും സ്മൃതി ഇറാനി. വനിതാ ശിശുക്ഷേമ വകുപ്പ് മന്ത്രി മക്കളെ അന്നപൂർണ ദേവിയാണ്. രസകരമായി ആലോചിച്ചൂടെ? നമ്മുടെ വനിതകൾക്ക് അല്ലെ, നമ്മുടെ വനിതകൾ എന്ന് പറഞ്ഞാല് ശിശുക്കൾക്ക് അന്നം പൂർണ്ണമായിട്ടും കൊടുക്കുന്നവരാണ്. അപ്പൊ ഞാൻ എന്റെ വീട്ടിൽ നിന്ന് കാണുന്ന കാഴ്ച വെച്ചിട്ടാണ് നിങ്ങളോട് പറഞ്ഞ എല്ലാ അമ്മമാരും അങ്ങനെ തന്നെയാണ് ലോകത്തിലെ. എന്താണ്? അവർ പൂർണ്ണമായിട്ടും അവരുടെ ഭക്ഷണം ഒന്നും കളയാതെ മക്കൾക്ക് കൊടുക്കും. അപ്പൊ അന്നം പൂർണ്ണമായിട്ടും കുഞ്ഞുങ്ങൾക്ക് കൊടുക്കും. വനിതകള് ശിശുക്കൾക്ക് എന്ത് ചെയ്യും? അന്നം പൂർണ്ണമായിട്ടും കൊടുക്കും. അവരൊരു ദേവിയെ പോലെയാണല്ലേ. നോക്കൂ, ശരിക്കും പറയുകയാണെങ്കിൽ അന്നപൂർണ ദേവിയാണ് നമ്മുടെ അമ്മമാര്. അപ്പൊ അന്നപൂർണ ദേവി, വനിതകൾ ശിശുക്കൾക്ക് അന്നം പൂർണ്ണമായിട്ടും കൊടുക്കും. കിട്ടുമല്ലോ? കിട്ടും. അടുത്ത പാർലമെന്ററി കാര്യം, ന്യൂനപക്ഷ ക്ഷേമം നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. പാർലമെന്റിൽ ന്യൂനപക്ഷം ആരാണ്? ഒരു കിരണം പോലും ഇല്ല, ഒരു കിരണം പോലും ഇല്ല ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ. ഓർത്തു വെച്ചല്ലോ? ഓർത്തു വെച്ചു. പെട്രോളിയം, പ്രകൃതിവാദം നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. പെട്രോളും പ്രകൃതിവാദം ഉപയോഗിച്ചിട്ട് എന്താണ്? ദീപം കത്തിച്ചിട്ട് അവിടുന്ന് പൂരി ചുടും. അപ്പൊ ഹർദീപ് പുരി, ഹർദീപ് പുരി. തൊഴിൽ, യുവജന ക്ഷേമം, കായികം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ശ്രദ്ധിച്ചു വെക്കണം. ഇദ്ദേഹത്തിന് വകുപ്പ് മാറിയിട്ടുണ്ട്. ഇപ്പൊ ജ്യോതിരാജ് സിന്ധ്യ മാറി, മൻസുഖ് മാണ്ഡവ്യ. എങ്ങനെ പഠിക്കും കൂട്ടുകാരെ? യുവാക്കളെ സംബന്ധിച്ച് അവരിങ്ങനെ കളിച്ച് നടന്നാൽ പോരാ, അവർക്ക് എന്ത് വേണം? അവർക്ക് തൊഴിൽ വേണം. യുവാക്കള് കളിച്ച് നടന്നാൽ പോരാ, തൊഴിൽ കിട്ടിയാൽ അവർക്കൊരു മനസുഖം കിട്ടും. ആലോചിച്ച് വെച്ചൂടെ? യുവാക്കൾക്ക് കളിച്ച് നടക്കുകയല്ല വേണ്ടത്, തൊഴിലാണ്. തൊഴിൽ കിട്ടിയാൽ ഒരു മനസുഖമല്ലേ? LDC, LGS, കേരള PSC ഏതെങ്കിലും ഒരു ജോലിക്ക് വേണ്ടി പഠിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് തൊഴിൽ കിട്ടിയാൽ നിങ്ങൾ യുവാവാണ്, നിങ്ങൾക്ക് മനസുഖം കിട്ടില്ലേ? ഇനി ജന്മത്തിൽ മറക്കരുത്, തൊഴിൽ അതുപോലെ തന്നെ യുവാക്കൾ എന്ന് വെച്ചാൽ തൊഴില്, യുവജനക്ഷേമം, കായികം. കളിച്ച് നടന്നാൽ പോരാ, ഈ പറയുന്ന തൊഴിൽ വേണം. കായികമല്ല നമുക്ക് വേണ്ടത്. ആർക്ക്? യുവാക്കൾക്ക്. യുവജനക്ഷേമം, തൊഴില്, കായികം. ആരാണ്? മൻസുഖ്
മനസുഖം കിട്ടണം, മൻസുഖ് മാണ്ഡവ്യ. അപ്പോ കായികം വേണ്ട, തൊഴിൽ വേണം യുവാക്കൾക്ക്, എന്നാലേ മനസുഖം കിട്ടൂ. കായികം വേണ്ട, തൊഴിൽ വേണം യുവാക്കൾക്ക്, മൻസുഖ് മാണ്ഡവ്യ. കിട്ടൂലേ? കിട്ടും. അടുത്ത് നോക്കൂ, കൽക്കരി ഖനനമാണ്. മുമ്പത്തെ സാംസ്കാരിക വകുപ്പ് മന്ത്രിയായിരുന്നു, ടൂറിസം മന്ത്രിയായിരുന്നു ഇദ്ദേഹം, ഇപ്പൊ അത് മാറി. അപ്പൊ അതുകൊണ്ട് ഇതും ശ്രദ്ധിക്കണം. കിഷൻ റെഡ്ഡി. നോക്കൂ, കൽക്കരി ഖനനം ചെയ്യാൻ റെഡിയാണ്. കൽക്കരി ഖനനം ചെയ്യാൻ റെഡിയാണ്. കൽക്കരി ഖനനം കിഷൻ റെഡ്ഡി. കിഷൻ റെഡ്ഡി കൽക്കരി ഖനനം ചെയ്യാൻ റെഡിയാണ്. പുറത്തു നോക്കാൻ പറ്റില്ലേ? സെറ്റാണ്. അടുത്ത നോക്കൂ, ഭക്ഷ്യ സംസ്കരണമാണ്. വളരെ രസകരമായി പഠിക്കുക. ഇതും ഈ പറയുന്ന പോലെ ചിരാഗ് പസ്വാൻ ഘടകകക്ഷിയിൽപ്പെട്ട നേതാവാണ്, പ്രധാനപ്പെട്ട വകുപ്പാണ്. ചോദിക്കും ചിരാഗ് പസ്വാൻ അദ്ദേഹത്തിന്റെ മുൻഗാമികൾക്ക് കിട്ടിയ അതേ വകുപ്പ് തന്നെയാണ് ഭക്ഷ്യ സംസ്കരണം. എങ്ങനെ ആലോചിച്ച് വെക്കും? നമ്മുടെ വീട്ടില് നമ്മൾ ഭക്ഷണത്തിൽ ഉപയോഗിക്കുന്ന ചീരയില്ല കൂട്ടുകാരെ? അപ്പൊ ചീരയാണ് ഈ ഭക്ഷണത്തില് സംസ്കരണത്തിന് ഏറ്റവും ബെസ്റ്റ്. ഭക്ഷണം സംസ്കരണം ചെയ്യുമ്പോൾ ഏറ്റവും ബെസ്റ്റ് ചീരയാണ്. കുറച്ച് ചീരത്തൈ ഉണ്ടെങ്കിൽ ചീരയൊക്കെ ഇലയൊക്കെ പറിച്ചിട്ട് അവിടെ ഇടുക കേട്ടോ. അപ്പൊ ഭക്ഷണം സംസ്കരണം ചെയ്യുമ്പോൾ ചിരാഗ് പസ്വാൻ ഭക്ഷണം സംസ്കരണം ചെയ്യാൻ ചീര ബെസ്റ്റ് ആണ്. ഭക്ഷണം സംസ്കരണം ചെയ്യാൻ ചീര ബെസ്റ്റ് ആണ്. ഭക്ഷ്യ പൊതു വിതരണം നേരത്തെ പഠിച്ചു. അത് ആരാണ്? ആഹ്ലാദം ജോഷി അല്ലെ? അപ്പൊ നമ്മൾ പഠിച്ചു അത് ജോഷി കണ്ട നിങ്ങള്, ഇതാ ഇവിടെ ജോഷിയാണ് ഭക്ഷ്യ പൊതുവിതരണം. എന്നാൽ ഇവിടെ നോക്കൂ, ഭക്ഷ്യ സംസ്കരണം ചിരാഗ് പസ്വാനാണ്. ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പാണ് ജലവിഭവം. ഇതും കൃത്യമായിട്ട് പഠിക്കാം. ഇതെങ്ങനെ ആലോചിച്ച് നോക്കും കൂട്ടുകാരെ? നമ്മളെ ജലവിഭവം നമ്മൾ വീട്ടിൽ ആലോചിക്കുക. നമ്മൾ ജലം എങ്ങനെയാണ് ഉപയോഗിക്കാറ്? നമ്മൾ കുടിക്കാൻ വേണ്ടി ഒരു പാട്ടയിലല്ലേ ജലം എടുക്കാറ്? നമ്മൾ അതുപോലെ തന്നെ ടോയ്ലറ്റിൽ പോകുന്നു, നമ്മൾ കുളിക്കുന്നു, ഈ സമയത്തൊക്കെ പാട്ട ഉപയോഗിച്ചിട്ട് ജലമാണ് എടുക്കുന്നത്. അപ്പൊ ജലവിഭവം നമ്മൾ പാട്ട ഉപയോഗിക്കുന്നു. അപ്പൊ നോക്കൂ, ജലവിഭവം പാട്ടയാക്കി മാറ്റുക. CR പാട്ടീൽ പാട്ട ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ വെള്ളം എടുക്കുന്നു. CR പാട്ടീൽ ജലവിഭവം. കൃത്യമായിട്ട് പഠിക്കാൻ പറ്റില്ലേ? കൃത്യമായിട്ട് പഠിച്ചു. അപ്പൊ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ക്യാബിനറ്റ് മന്ത്രിമാരെല്ലാം പഠിച്ചു. ഇനി നോക്കൂ, സഹമന്ത്രിമാർ നമ്മൾ ബാക്കിയൊന്നും പഠിക്കുന്നില്ല. പക്ഷേ സ്വതന്ത്ര ചുമതലയുള്ള 5 സഹമന്ത്രിമാരുണ്ടെന്ന് പറഞ്ഞു. ആ 5 എണ്ണം ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ എല്ലാം PDF നമ്മുടെ ടെലഗ്രാം ചാനൽ ഈ ക്ലാസ് കഴിഞ്ഞ ഉടനെ അപ്ലോഡ് ചെയ്യും. നിങ്ങൾ ടെലഗ്രാം ചാനൽ ഫോളോ ചെയ്യുക. അതിന്റെ ലിങ്ക് കമന്റിൽ പിൻ ചെയ്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷനിലുണ്ട്. നോക്കൂ, സ്റ്റാറ്റിസ്റ്റിക്സിന്റെ സ്വതന്ത്ര ചുമതലയുള്ള മന്ത്രി, സയൻസ് ആൻഡ് ടെക്നോളജിയുടെ പ്രധാനപ്പെട്ട മന്ത്രി, നിയമവും നീതിയും, അതുപോലെ ആയുഷ്, നൈപുണ്യ വികസനം തുടങ്ങിയ വകുപ്പുകളൊക്കെ ഉണ്ട്. ഇവിടെ രസകരമായി നമുക്ക് വേണമെങ്കിൽ നിയമവും നീതിയും നോക്കൂ. നമ്മൾ പുരാണങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് നമുക്ക് അർജുനൻ എന്നുള്ള പേര് കേൾക്കുമ്പോൾ അദ്ദേഹം ആ ഒരു യുദ്ധത്തിനകത്ത് അർജുനൻ നിയമത്തിന് വേണ്ടിയിട്ട് നീതിക്ക് വേണ്ടി പോരാടിയ വ്യക്തിയാണെന്ന് ആലോചിക്കുക. അപ്പൊ പാർലമെന്റ് എന്ന് പറഞ്ഞാൽ ആ ഒരു നേരത്തെ നമ്മൾ പഠിച്ചു പാർലമെന്ററി കാര്യ മന്ത്രി ആരാണെന്നൊക്കെ അല്ലെ? കിരൺ റിജിജു ആണ്. അദ്ദേഹത്തെ കൂടാതെ സ്വതന്ത്ര ചുമതലയുള്ളത് പാർലമെന്ററി കാര്യം ആർക്കാണ്? ഈ പറയുന്ന അർജുൻ റാം മേഘ്വാളിനാണ്. അപ്പൊ അർജുൻ റാം മേഘ്വാൾ എന്നുള്ള അർജുനൻ ഈ പറയുന്ന നിയമം നീതി പാർലമെന്റ് ആലോചിച്ച് നോക്കുക. ആയുഷ് എന്ന് പറയുമ്പോൾ നിങ്ങളെ മനസ്സിലേക്ക് എന്ത് വരണം? ജാതവ്. നമുക്ക് ജാതകം നോക്കുമ്പോൾ ചിലർ പറയാറുണ്ട് ഇവൻ ഇത്ര ആയുസേ ഉള്ളൂ, അങ്ങനെ പറയാറില്ലേ? അപ്പൊ ആയുസ് ഒക്കെ നിർണ്ണയിക്കാൻ ജാതകം നോക്കാറുണ്ട്. ആയുസ് അറിയാൻ വേണ്ടി ജാതകം നോക്കും. ജാതവ എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ ആയുസ് അല്ല, ആയുഷ് എന്ന് പറയുന്ന മന്ത്രാലയത്തിന്റെ സ്വതന്ത്ര ചുമതലയുണ്ട്. ആരോഗ്യം കുടുംബക്ഷേമത്തിന്റെയും അദ്ദേഹം സെപ്പറേറ്റ് ചുമതലയുണ്ട്. അങ്ങനെ ബാക്കിയുള്ള 3 പേര്, നൈപുണ്യം എന്ന് കേട്ടാൽ ജയന്ത് ചൗധരിയാണ്. ജയന്ത് ചൗധരി നൈപുണ്യ വികസനമാണ്, സംരംഭകത്വമാണ്. സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കൂ, ഇത് പറയുന്ന സമയത്ത് റാവു ഇന്ദ്രജിത്ത് ആണ്. നമ്മൾ ഈ പറയുന്ന നമ്മുടെ ഐതിഹ്യങ്ങളിൽ അല്ലെങ്കിൽ മിത്തുകളിൽ ഇന്ദ്രനെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഇന്ദ്രൻ എപ്പോഴും കണക്കിന്റെ ആളാണ്. ഇന്ദ്രനും ചന്ദ്രൻ എന്നൊക്കെ പറയാറില്ലേ? ആ ഇന്ദ്രൻ സ്റ്റാറ്റിസ്റ്റിക്സ് ആണെന്ന് ആലോചിക്കുക. ഇന്ദ്രൻ എന്താണ്? ഫുള്ള് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ആളാണ്. അപ്പൊ ആ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ ഇന്ദ്രനെ കുറിച്ച് ആലോചിക്കുക. റാവു ഇന്ദ്രജിത്ത് സിംഗ് അങ്ങനെയൊക്കെ ആലോചിക്കുക. അല്ലെങ്കിൽ നമ്മുടെ ഇന്ദ്രജിത്ത് ഒരു നടനുണ്ടല്ലേ, ഭയങ്കര സ്റ്റാറ്റസ് ഉള്ള ഒരു നടനാണ് ഇന്ദ്രജിത്ത് ആലോചിക്കുക. ഇന്ദ്രജിത്ത് എന്ന് പറയുന്ന പൃഥ്വിരാജിന്റെ ഒരു സഹോദരനുള്ള നടൻ. ആ ഇന്ദ്രജിത്തിന് ഭയങ്കര സ്റ്റാറ്റസ് ആണെന്ന് ആലോചിക്കുക. അങ്ങനെയൊക്കെ നിങ്ങൾ ഈ പറയുന്ന സയൻസ് ആൻഡ് ടെക്നോളജിയിലേക്ക് ജിതേന്ദ്ര സിംഗിനെ ആലോചിച്ച് വെക്കണം. സയൻസ് ആൻഡ് ടെക്നോളജി ജിതേന്ദ്ര സിംഗ് എന്നുള്ളത് നിങ്ങൾ നല്ല കോഡാക്കിയിട്ട് കമന്റ് ചെയ്യണം. നിങ്ങളുടെ കമന്റ് കൊണ്ട് നമ്മുടെ കമന്റ് ബോക്സ് നിറയണം, വ്യത്യസ്തമായ കോഡുകൾ. അത് ബാക്കിയുള്ളവർ വായിക്കട്ടെ. അതിനു വേണ്ടിയിട്ട് പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ട് നോക്കൂ, ഈ പ്രാവശ്യത്തെ 72 മന്ത്രിമാര് സത്യപ്രതിജ്ഞ ചെയ്തു എന്ന് പറഞ്ഞല്ലോ. നരേന്ദ്രമോദിയുടെ 3ാം ടേം, ആ ടേമിനകത്ത് ഇത്രയും പ്രധാനപ്പെട്ട മന്ത്രിമാർ നമ്മൾ പഠിച്ചു. 2 വനിതാ മന്ത്രിമാരുടെ പേരാണ് നമ്മൾ പറഞ്ഞത്. ഒന്ന് വനിതാ ശിശുക്ഷേമം അന്നപൂർണ ദേവിയും, ധനകാര്യം നിർമ്മല സീതാരാമനും. അത് കൂടാതെ സഹമന്ത്രിമാരായിട്ട് 5 പേരുണ്ട്. അങ്ങനെ ടോട്ടൽ 7 മന്ത്രിമാരാണ് നമ്മുടെ കേന്ദ്ര ക്യാബിനറ്റിലുള്ളത്. അതൊരു ചോദ്യമായിട്ട് ചോദിക്കും. ആ 5 സഹമന്ത്രിമാരെ കുറിച്ച് കൂട്ടുകാരെന്ത് ചെയ്യണം? രസകരമായി കോഡ് കമന്റ് ചെയ്യുന്ന ഞാൻ പ്രതീക്ഷിക്കുന്നു. എല്ലാവരും പഠിക്കണേ. കുടുംബാരോഗ്യം അതുപോലെ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് അനുപ്രിയ പട്ടേലാണ്.
നേരത്തെ നമ്മൾ മൂഞ്ചി മോശം എന്ന് പറഞ്ഞു അല്ലെ, മാഞ്ചി MSc വരല്ലേ, അപ്പോൾ തൊഴിൽ വകുപ്പ് നമ്മൾ പഠിച്ചിരുന്നു. അപ്പൊ അതിന്റെ എല്ലാം സഹമന്ത്രിയായിട്ട് ശോഭ കരന്തലജയുണ്ട്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, കർണാടകയിൽ ഇടക്കാലത്ത് ഒരു വിവാദത്തിലൊക്കെ ഏർപ്പെട്ട MP ആയിരുന്നു ശോഭ. അനുപ്രിയ പട്ടേൽ ഉണ്ട്. രക്ഷാ ഗഡ്സെ യുവജനക്ഷേമം കായികമാണ്. ഓക്കെ, അതുപോലെ തന്നെ സാവിത്രി ഠാക്കൂർ വനിതാ ശിശുക്ഷേമത്തിന്റെ സഹമന്ത്രിയാണ്. ഓക്കെ, ഉപഭോക്തൃകാര്യ ഭക്ഷ്യ പൊതുവിതരണം നിമുബൻ ബംബാനിയ വെറൈറ്റി പേരാണ്. കോഡൊക്കെ ഉണ്ടാക്കാൻ നല്ല ഐഡിയ വരും. ഇത് മാത്രം ഞാൻ കോഡാക്കുന്നില്ല, ബാക്കിയെല്ലാം രസകരമായി നിങ്ങൾ എഴുതിയെടുത്ത് നന്നായിട്ട് പഠിച്ചാൽ ഉറപ്പായിട്ടും ഈ ക്ലാസ്സിനകത്ത് നിന്ന് നിങ്ങൾക്ക് വരാൻ പോകുന്ന PSC പരീക്ഷകൾ 1 മാർക്ക് കിട്ടും. അതിന്റെ ഉറപ്പാണ്. മക്കളെ, നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. എല്ലാവരും ക്ലാസ്സുകൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്ത ക്ലാസ്സിൽ കാണാം കേട്ടോ. അതുവരെ ഗുഡ് ബൈ, താങ്ക് യു.